ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇച്ചിരി പാചകവും ഒക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോസ് ആണിന്ന്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന്റെ ഇത് കണ്ടോ. അപ്പം ഒരാഴ്ചയ്ക്ക് മേളിലായി ഞാനിത് കളഞ്ഞിട്ടെ. ഇതുവരെ കിളിർത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ഇതാകുന്നതാണ് കാര്യം. ഇവിടെയൊക്കെ ഞാനൊന്ന് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കാകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കളഞ്ഞ് ഞാൻ മഞ്ഞൾ തേക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എനിക്ക് തേക്കാൻ സമയം കിട്ടത്തില്ല. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ വൈകിട്ടൊക്കെ പുരട്ടെന്നൊക്കെ ഓർത്തിരിക്കും. അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് ഇതായിപ്പം നമ്മൾ ദിവസവും പുരട്ടി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ദിവസവും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പുരട്ടുന്നുണ്ട്. എന്നിട്ട് മുഖം വാഷ് ചെയ്തിട്ട് പലർക്കും അലർജിയാന്ന് പറഞ്ഞു മഞ്ഞൾ. അലർജി ഉള്ളവർ ഒരിച്ചിരി ഉപ്പുനീര് ഉപ്പ് ഇച്ചിരി വെള്ളത്തിലിട്ട് ഒന്ന് പുരട്ടി നോക്കുക. കാര്യം ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ. കാര്യം ഉപ്പ് പൊതുവേ നമ്മുടെ തലമുടിയൊക്കെ ആണെങ്കിലും ഇച്ചിരി ഉപ്പ് ചേർന്ന് വെള്ളം കൊണ്ടൊക്കെ കഴുകി കഴിയുമ്പോൾ മുടി പൊഴിച്ചിലൊക്കെ നമുക്ക് ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് ഉപ്പ് തന്നെ ചേർത്താൽ ചിലപ്പോൾ പോവായിരിക്കും. ഉറപ്പൊന്നുമില്ല. പോയില്ലെങ്കിൽ ആരും എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. കാര്യം ഉറപ്പ് പറയുന്നില്ല കേട്ടോ ഞാൻ. മഞ്ഞളും ഉപ്പും കൂടെ ചേർത്താൽ 100% ഉറപ്പാണ് പോയി കിട്ടും എന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്നായിരുന്നു, നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് ഞാൻ അത് പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത് സ്പൂണിട്ട്. അത് പക്ഷേ ശരിക്കും നോൺ സ്റ്റിക്ക് പാത്രമല്ല കേട്ടോ. അതൊരു ബ്ലാക്ക് പാത്രമാണ്. അത് നോൺ സ്റ്റിക്ക് അല്ല. അതിനകത്ത് സ്പൂണല്ല ചട്ടമല്ല എണ്ണ ഇട്ട് കുത്തിയാൽ അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സ്പൂണിട്ട് ഇളക്കുന്നതിൻ്റെ സൗണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പറഞ്ഞു. ഞാൻ അന്നേരം അത്രയും ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും സ്പൂണ് കഴിവതും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെയുള്ള സൗണ്ടുകളിലൊക്കെ വരുമ്പോഴത്തേക്ക്. ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ എനിക്കിഷ്ടമല്ല സൗണ്ട് ഉള്ള സത്യം പറയാം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത്രയും കൊണ്ട് ചിന്തിച്ചില്ല കേട്ടോ. ആ ഒരു സൗണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കുറേ പേരൊക്കെ കമന്റ് ഇട്ടായിരുന്നു. എല്ലാവരോടും സോറി. പിന്നെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പം എല്ലാവരും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും വീഡിയോ കണ്ടേച്ച് എന്നോട് പറയാറുണ്ട്. അപ്പം എന്നെ അറിയാവുന്നവർ തന്നെ ഇപ്പം നമ്മൾ വെള്ളോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഓരോരുത്തർക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്നെ അങ്ങനെ ആരും അറിയത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞില്ലായിരുന്നു, സൊസൈറ്റിയുടേതായിട്ടുള്ള വോട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പരിചയമില്ല അങ്ങനെ പുള്ളിക്കാരി. എന്നാലും എന്നോട് പറഞ്ഞു വീഡിയോ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നീ ചേച്ചി എൻ്റെയോ എന്നിട്ട് പറഞ്ഞാൽ അതെ ചാനൽ കണ്ടു, പക്ഷെ ഒറ്റ വീഡിയോസേ കാണാൻ പറ്റുള്ളൂ, വേറെ വീഡിയോസ് ഒന്നും കണ്ടില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ചാനലിൻ്റെ പേരും അറിയത്തില്ല. അന്ന് കണ്ടപ്പോൾ മുഖം എൻ്റെ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി വീഡിയോ കണ്ടത്. അപ്പം എനിക്കൊന്ന് സ്കൂളിലോ എവിടെയെങ്കിലും വെച്ച് അവരെ കൊണ്ടുവിടാൻ എങ്ങാനും പോയപ്പോഴാനും കണ്ടായിരിക്കും. പക്ഷെ നേരിട്ട് എനിക്ക് അങ്ങനെ വലിയ പരിചയമുള്ള ആളല്ല. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ വീഡിയോ കണ്ടില്ലെന്നുണ്ട്. അതെന്നാന്നറിയാമോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ എന്നുള്ള ഒരു ബെൽ ബട്ടൺ കിടക്കുന്നുണ്ട്, ഒരു ബെല്ലിൻ്റെ ഷേപ്പിൽ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അന്നേരം കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കിട്ടുകയൊക്കെ ചെയ്യേ. അപ്പോൾ അങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ. എനിക്കും ഇതൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അതിനുമുമ്പ് എനിക്കും അറിയത്തില്ലായിരുന്നു യൂട്യൂബിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ ഇങ്ങനെ ബെൽ ബട്ടൺ ഞെക്കണമെന്നും അതൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. എന്നെപ്പോലെ ആയിരിക്കും അവരും എല്ലാവരും. ഒത്തിരി പേരുണ്ടെങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോ കണ്ടങ്ങ് പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടണിലും കൂടെ പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്. പിന്നെ എന്നോട് രഞ്ജിനി പറഞ്ഞായിരുന്നു, ചേച്ചി മൂക്കടപ്പ് ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. രഞ്ജിനി പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഒത്തിരി നാളാന്ന് നോട്ടിഫിക്കേഷൻ വരുന്നില്ലായിരുന്നു കാണുന്നത്. എനിക്കൊന്ന് രഞ്ജിനി അവധി സമയത്ത് ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് വീഡിയോസ് കാണുന്നില്ല. നമ്മളിപ്പം ഒരാളുടെ വീഡിയോ ഒരു 2-3-5 പ്രാവശ്യം നമ്മൾ കാണാതിരുന്ന് കഴിയുമ്പോൾ പിന്നെ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലത്തില്ല. കാര്യം അവരത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്തത് അവിടെ കിടക്കും, പക്ഷേ ഇവർക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ വീഡിയോ കണ്ടാലേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ ഇനി എന്നായിരുന്നു പറയാനായിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാൻ പറയുന്നത് ഞാൻ ഇത് ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സൊക്കെ മിക്കതും നമുക്ക് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നോട് ഇതിനകത്ത് പറഞ്ഞ് ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു PCOD ഉണ്ട്, കുഴപ്പമുണ്ടോ എന്ന്. എനിക്കും ഉണ്ട് കേട്ടോ, എനിക്കും ഉണ്ട് ആ പ്രശ്നം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കളഞ്ഞാലും പിന്നെയും പെട്ടെന്നൊന്നും കിളുത്തൊന്നും വരത്തില്ല. PCOD ഒക്കെ ഉള്ളവർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെയും കിളിർക്കും, പക്ഷേ പെട്ടെന്ന് വരത്തില്ല. ഇത് ചെയ്താൽ പതിയെ വരത്തുള്ളൂ. അതിനാണ് മഞ്ഞളും ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും കേട്ടോ, പൊക്കോളും. ഒത്തിരി പേരോട് പറഞ്ഞു കേട്ടോ, വിഷമിച്ചിരുന്നൊരു വീഡിയോ ആണ്. പുറത്ത് പോലും ഇറങ്ങാൻ മടിയായിരുന്നു, ചമ്മലായിട്ട്. എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് തോന്നുമ്പോൾ ഉണ്ടല്ലോ
നമ്മൾ തടിയിലൊക്കെ കളയാനായിട്ട് സമയം കിട്ടത്തില്ലായിരുന്നു. അന്നേരം ഉണ്ടല്ലോ ആ കോലം കൊണ്ട് വെള്ളിട്ടിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളിട്ടിറങ്ങുമ്പോഴത്തേക്കാണ് വല്ല കണ്ണാടിയിൽ എങ്ങനെ നോക്കി കഴിഞ്ഞാലോ സകലം മൂടും പോകും. ഈ ഇത്രയും വൃത്തിയായിട്ടിരുന്ന താടിയിൽ നിന്നേന്ന് ഓർക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ എനിക്കില്ല കേട്ടോ. ഞാൻ ഇത് പെട്ടെന്ന് നമുക്ക് ഇനി ഇത് ചിലർക്ക് 2, 3, 5 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അത് പൂർണ്ണമായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇത് വീണ്ടും കിളിർത്ത് തുടങ്ങുമ്പോൾ തന്നെ അതുപോലെ ഷുഗറിൻ്റെ ഇത് ചെയ്ത് മുഖത്തെ അതൊന്ന് കളഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ മഞ്ഞൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങ് പൊക്കോളും. കാര്യം അതുപോലെ റിസൾട്ട് കിട്ടി. ഞാൻ പറഞ്ഞില്ല അതുപോലെ അവളുടെ മുഖത്ത് ഹെയർ ഉണ്ടായിരുന്നില്ല, അത് മൊത്തം പോയി നല്ല ഇതായിട്ടുണ്ട്. അപ്പം അതുപോലെ അത്രയൊന്നും എൻ്റെ മുഖത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തെയൊക്കെ പോയപ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ മുഖത്തെയൊക്കെ പോകും, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നുള്ളത് ചോദിച്ചാൽ നമ്മുടെ ഫേസിന് നമ്മളിപ്പം വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ അങ്ങ് കരുവാളിച്ചിരിക്കുന്ന സമയമില്ലേ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ നമ്മളോർക്കും മുഖം എന്തുമാത്രം കരുവാളിച്ചായിരിക്കുന്നു, എന്നെ വൃത്തികേടാന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ അപ്പോൾ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, ചിലപ്പോൾ അന്നേരത്തേക്ക് മാത്രമായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഫേസ് മാസ്ക്, ഫേസ് പാക്ക് അല്ല ഫേസ് മാസ്ക് നമുക്ക് തയ്യാറാക്കാം. അത് ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണ് കേട്ടോ, അല്ലാതെ ഇന്ന സ്കിന്നുകാരെന്നൊന്നുമില്ല, എല്ലാവർക്കും പറ്റുന്നതാണ്, നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതെന്നാന്നുള്ളത് പോകാം. ഇപ്പം തന്നെ എല്ലാവരും പറയും വാചകം അടിച്ച് ഒത്തിരി പോയെന്ന് പറയും. വാചകം അടിച്ചല്ലെന്ന് എന്നാന്നറിയാവോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിൻ്റെ കുറച്ച് കമൻറ്റിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ചെന്ന് പോകാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്പൂണാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ വലിയ സൗണ്ട് വരത്തില്ല ഇങ്ങനത്തെ സ്പൂൺ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ പാക്ക് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മുട്ടയും പിന്നെ ബ്രൂവിൻ്റെ പൊടിയുമാണ്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ള ആദ്യം ഞാൻ ശകലം എടുക്കട്ടെ. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സാണത്, അതിലേക്ക് നമുക്ക് കുറച്ച് മതി കേട്ടോ, അത്രയും മതി, എഗ് വൈറ്റ് അത്രയും മതി. ഇനി അതിലേക്ക് നമുക്ക് ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇടുവാണേ. ബ്രൂവിൻ്റെ പൊടി എഗ് വൈറ്റിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് ബ്രൂവിൻ്റെ പൊടിയും ഞാൻ എടുത്തിട്ടുള്ളേ. അപ്പം ഇതിലേക്ക് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ബ്രൂവിൻ്റെ പൊടിയും എഗ് വൈറ്റും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ സൗണ്ട് ഒരു ശകലം പോലും വരത്തില്ല, ഗ്ലാസ്സിന് പ്രശ്നവും വരത്തില്ല, അല്ലെങ്കിൽ കിടക്കിടാന്ന് കിടന്നടിക്കും. ഒത്തിരി പേരെന്നോട് പറഞ്ഞു, കുറച്ച് കൂടുതൽ പേരെന്നോട് പറഞ്ഞു കേട്ടോ, ഭയങ്കര സൗണ്ടാണ് സ്പൂണിൻ്റെ, അതൊരു അരോചകമായിട്ട് തോന്നുന്നെന്ന് പറഞ്ഞു. ഇത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല ഇതായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. കട്ടയായിട്ട് കിടക്കല്ലേ, കിടന്നുള്ള കുഴപ്പം എന്നാണെന്നറിയോ, നമ്മളിത് മുഖത്ത് വെക്കുമ്പോഴത്തേക്ക് അവിടെ എവിടെയും കട്ട പിടിച്ചിരിക്കും. അത് ഉണങ്ങാൻ ഒരുപാട് താമസം വരും. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, ഒരുപാട് താമസം വരും അത് ഉണങ്ങാനായിട്ട്. അതിനാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത്. മുട്ടയുടെ ആ ഒരു വെള്ളയെന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു ഇച്ചിരി കട്ടി പോലെ കാണുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മുഖത്തിടുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗം നനഞ്ഞ് തന്നെ ഇരിക്കും, ഒത്തിരി സമയം എടുക്കും ഉണങ്ങാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാസ്ക് ഇളക്കി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് സ്ഥലം നനഞ്ഞ് തന്നെ ഇരിക്കും. നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല ഇതായിട്ട് വലിച്ചൂരി എടുക്കാൻ പറ്റണം. അങ്ങനെയാണ്. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഇത് നമ്മളുടെ പെയിൻറ്റ് ബ്രഷാണ്. ഞാനിത് അതിന് പെയിൻറ്റ് കടയിൽ നിന്ന് മേടിച്ച ബ്രഷാണ്. അപ്പോൾ ജനലിൻ്റെ കമ്പിക്കൊക്കെ പെയിൻറ്റ് അടിക്കുന്നതാണ്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ചോദിച്ചാൽ മതി കിട്ടും കേട്ടോ. മറ്റേ സൈസ് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്ന ഒപ്പം തന്നെ നമുക്കിനി വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ചുരുട്ടി കൂട്ടി കാണാൻ എന്നതിനാണെന്നറിയാം, അവൻ TV കാണുന്നതിന് ഞാൻ വഴക്ക് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല കേട്ടോ, നിർത്തിയെടുത്ത് ഞാൻ അവനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചത്, കൊണ്ട് തന്നതല്ലേ എന്നും പറഞ്ഞു അവൻ കീർക്ക് വന്നു. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മുടെ മുഖത്ത് ഒട്ടിച്ച് വെക്കാനാണ്. അത് ഒട്ടിച്ച് വെക്കുന്ന അനുസരിച്ച് വേണം നമ്മളിതൊന്ന് കീറിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ കീറിയെടുക്കുന്നേ ഉള്ളൂ. അപ്പം മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക.
ആദ്യം ഇതിങ്ങനെ തേച്ച് നല്ല ഇതായിട്ടെടുക്കാം. പൊട്ടൊക്കെ മാറ്റി. അപ്പോൾ തേക്കുന്ന അനുസരിച്ച് നമ്മൾ മുഖത്തോട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടും കൂടെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ മുഖത്തിന് തരുന്നത്. നമ്മുടെ എത്ര കരുവാളിച്ച മുഖമാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നല്ല ഗ്ലോ ആകുകയും ചെയ്യും, നല്ല കളറും കിട്ടും, സ്കിന്നൊക്കെ നല്ല ഇതായിരിക്കും. ഞാൻ ഇത് വീഡിയോയിൽ ഇതിന് മുന്നേയും കാണിച്ചിട്ടുമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മുഖം ഒരുപാട് അങ്ങോട്ട് വെയിൽ കൊണ്ട് ഇതാകുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒട്ടിക്കുന്ന അനുസരിച്ച് നമ്മൾ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ മുഖം മൊത്തം ആദ്യം തേച്ച് വെച്ച് ഒട്ടിക്കാൻ നിൽക്കരുത്. അന്നേരത്തേക്ക് ഇത് ഉണങ്ങി പിടിച്ചിരിക്കും, പെട്ടെന്ന് ഉണങ്ങിപ്പോവും. നമ്മൾ ചെയ്യുമ്പോൾ ഒരെണ്ണത്തേന്ന് മുട്ടിച്ച് എടുത്ത് വേണം ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ. ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ പുറത്തോട്ടാണ് ആ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് നല്ല ഇതായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതുപോലെ മുഖം മുഴുവനൊന്ന് ഒട്ടിച്ച് ചേർട്ടെ. ഞാനപ്പോൾ എൻ്റെ മുഖത്ത് ഇത് മുഴുവനും പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒന്ന് ഉണങ്ങി കഴിയുമ്പം ഇതിനി മാസ്ക് ഊരുന്ന സമയത്ത് ഞാൻ വരാവേ. ഇത് മുഖത്തിട്ടുകൊണ്ട് വർത്താനൊന്നും പറയരുത്. കാര്യം ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ടൈറ്റ് ആകും, മുഖത്ത് ചുളിവ് വീഴും. അതുകൊണ്ടാണ് വർത്താനം പറയില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ കാണാമേ. ഇത് ഞാൻ ടൈറ്റായിട്ടിരിക്കുന്നതിനാണ് മിണ്ടാത്തത്. കണ്ടോ, അത് നല്ല ചെറിയ ഹെയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ പൊക്കോളും. ഇപ്പോൾ എൻ്റെ മുഖത്ത് അങ്ങനെ ചെറിയ ഹെയർ ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കളഞ്ഞാണ്. കണ്ടോ, അവിടെ മൂക്കിൻ്റെ ഇവിടത്തേക്ക് നല്ലപോലെ ഇതാകും. കണ്ടോ, ആ മുഖത്ത് നിൽക്കുന്ന മാറ്റം കണ്ടോ. മുഖത്ത് നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ വർത്താനം പറയുകയേ ചെയ്യരുത്. പറഞ്ഞാൽ അത് ചുളുങ്ങും വന്നാൽ സ്കിന്നിനായിരിക്കും പെട്ടെന്ന് ചുളിവ് വരുന്നത്. ഇനി എൻ്റെ മുഖം നല്ലപോലെ എനിക്കൊന്ന് വാഷ് ചെയ്തും കൂടി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഇതാകും. ഇവിടെയൊക്കെ കുറച്ചൊക്കെ അല്ല ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടോ. നമ്മൾ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ടിഷ്യൂ പേപ്പർ ഞാനങ്ങനെ ഒട്ടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അതൊക്കെ നമുക്ക് എഗ് വൈറ്റും പിന്നെ നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വ്യത്യാസമുണ്ട് മുഖത്ത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയേച്ച് വരട്ടെ. ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. മുഖം ഒന്ന് കഴുകിയേച്ച് വരട്ടെ. അപ്പം ഞാൻ എൻ്റെ മുഖമെല്ലാം നല്ലപോലെ കഴുകി കേട്ടോ. കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായി. ആ ഒരു വ്യത്യാസം നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുള്ള സമയത്ത് ഇതുപോലൊരു ഫേസ് മാസ്ക് ഇട്ടാൽ മതി. നമ്മുടെ മുഖത്ത് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ മുഖത്ത് ചെയ്യുന്നതിന് നല്ല മറ്റേ ഫേസ് പാക്ക് ഇട്ടാലും കുഴപ്പമില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഫേസ് മാസ്ക് ആകുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൂടെ നമ്മുടെ മുഖം നമ്മൾ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം വേണ്ടി ചെയ്യട്ടെ. ഇതങ്ങനെ സ്ക്രബ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്ക്രബ് ചെയ്ത പോലെ തന്നെ നല്ല കളറും കിട്ടും, നല്ല വ്യത്യാസം വരുന്നുണ്ട്. മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല
ഇതാകും. നമ്മൾ മറ്റേത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് വേണം വൃത്തിയാക്കാനായിട്ട്. പക്ഷേ ഇത് അങ്ങനൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആ പായ്ക്കിട്ടതിന് ശേഷം അതിങ്ങനെ വലിച്ച് വേദനയൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോൾ വേദനയൊന്നും എടുക്കത്തൊന്നുമില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഒട്ടിച്ച് ഇങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ വരുള്ളൂ. അല്ലാതെ യാതൊരു പ്രശ്നവും ഇല്ല. നല്ല അടിപൊളി പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം മുഖത്തിൻ്റെ ഇത് ഫേസ് മാസ്കിൻ്റെ ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഇച്ചിരി കുക്കിങ്ങും കൂടെ ഉണ്ട്. അതുകൂടെ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തേച്ച് റിസൾട്ട് പറയാൻ മറക്കരുത്. നമ്മൾ ഇപ്പോൾ ഒരു പായ്ക്കാണേലും ഒരു മാസ്ക് ആണേലും അങ്ങനെ എല്ലാ സാധനങ്ങളാണെങ്കിലും നമ്മൾ വീഡിയോയിലൂടെ കാണിച്ച് നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കാണുമ്പോഴും കമൻറ്റ് ചെയ്യണം. ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കിങ്ങും കൂടെ കണ്ടേച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡിയായി. ഇത് എനിക്ക് വെച്ചതിനുള്ള ചോറ് ഞങ്ങൾ തലേദിവസം ചോറ് വെച്ച് ഊറ്റിയെടുത്തേക്കുന്നതാണ്. എങ്ങനെയാണേലും കുറച്ച് ചോറ് മിച്ചം വരും കേട്ടോ. അതപ്പോൾ ഞാൻ കൂറ്റിയെടുത്തു. അവർക്ക് സ്വാമിമാർക്ക് ഫ്രഷ് ആയിട്ടുള്ള അന്ന് വെക്കുന്ന ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചാരക്കുമ്പളങ്ങ തോരൻ വെച്ചാണ് തേങ്ങയും സവോളയൊക്കെ ചേർത്ത്. അപ്പം മീനില്ലാതെ വരുമ്പോൾ ഉണ്ടല്ലോ, കറി എത്ര വെച്ചാലും ഉണ്ടല്ലോ ഒരു കറി ഇല്ലാന്ന് നമുക്ക് തോന്നും. അപ്പം ഇത് അവിയൽ ഇച്ചിരി വെച്ചതാണ്. അവിയലും വെച്ചു. പിന്നെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയും കൂടെ വെച്ചു കേട്ടോ. നല്ല അടിപൊളി മത്തങ്ങ എരിശ്ശേരിയാണ്. ഞാൻ ഈ മത്തങ്ങ എരിശ്ശേരി വെക്കുമ്പോൾ അതിനകത്തോട്ട് ശകലം തേങ്ങയും ഇച്ചിരി അരിയ ഒക്കെ ഒന്ന് വറുത്ത് ചേർക്കും കേട്ടോ. അന്നേരം ഒന്നും കൂടെ രുചി കൂടും കറിക്ക്. ഇപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി വെച്ചു. അവിയലും പിന്നെ ചാരക്കുമ്പളങ്ങ തോരനും. ഇത് ഞങ്ങളുടെ ചോറാണേ. ഇനി പപ്പടവും കൂടെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ കറികളൊക്കെ. അപ്പം മീനില്ലാതെ ഇന്ന് രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ കഴിച്ചു. പക്ഷേ അച്ചു മീനച്ചാർ കൂട്ടി കഴിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും പച്ചക്കറി മാത്രം കൂട്ടി. അപ്പം ഞങ്ങളിനി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഇത് അരപ്പെല്ലാം ചേർത്ത് ഞാൻ എടുത്തേച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അടിപൊളി മണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന അടപ്പം അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.